വീട്ടിലിരുന്ന് കുഴങ്ങിയില്ലേ? ആരുമില്ലല്ലേ? അക്കു കളിക്കാൻ പോയി, അജി ടാറ്റാറ്റ പോയി, അച്ഛ ടാറ്റാറ്റ പോയി. അപ്പം നന്ദക്കുട്ടി എന്താ അമ്മേനോട് പറഞ്ഞേ? പുറത്ത് പോവമ്മ പ്ലീസ്, മെല്ലെ നടക്കാം. ഞാൻ പറഞ്ഞു കാലുവേദനയാന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു മെല്ലെ നടന്നാൽ മതി അമ്മ എന്ന് പറഞ്ഞു. പോവല്ലെന്നാ? ചെറിയൊരു പനിയൊക്കെ ഉണ്ടല്ലേ നന്ദക്കുട്ടിക്ക്? അത് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, പക്ഷേ പുറത്തു പോകണം. തണുപ്പടിച്ചാൽ പനി കൂടിയാലോ? ചുമക്കും. അപ്പൊ എന്താ ചെയ്യാ? രാത്രി ചുമ കാലുവേദന എന്ന് പറഞ്ഞ അമ്മ എന്താ ചെയ്യാ? മെല്ലെ നടന്നാ മതിയോ? ഇപ്പൊ കാല് വേദന രാത്രി, ഇന്നലെ മൊത്തം കാലുവേദന നിന്നെ കൊണ്ട് തിരുമിച്ചില്ലേ? അപ്പൊ ഇന്ന് എനിക്കോ നാളെ പോണ്ട, എനിക്ക് ഡ്യൂട്ടിക്ക്. എന്നെ ഉറക്കുവോ രാത്രി? പോണ്ട വെച്ചാലോ നമുക്ക് പുറത്ത് പോണോ? ശരിക്കും പോണോ? എന്നാ കൈക്കൂലി വയ്ക്കട്ടെ അമ്മ. കൈക്കൂലി ആയിട്ടൊരു 10 ഉമ്മതാ. ഇതിപ്പോ എത്ര എണ്ണായി? 10 എണ്ണ ചോദിച്ചേ. എണ്ണ അറിയോ പൊന്നുങ്ങൾക്ക്? എന്നാ പറ. 1 2 3 4 5 7 8 9 10. ഇതൊക്കെ തെറ്റാ, അങ്ങനെയല്ല. 1 2 3 4 5 6 7 8 9 10 കഴിഞ്ഞ 9 അല്ല, 10 കഴിഞ്ഞ 11. അപ്പൊ ഞങ്ങൾ നടക്കാൻ പോവാണ് കേട്ടോ, അല്ലേ? രണ്ട് കൈ കൊണ്ട് പിടിക്കാനോ? അപ്പൊ അന്നെ എങ്ങനെ ഞാൻ പിടിക്കും? നമുക്ക് നടക്കാൻ പോവാ. ഓക്കെ, അത് പുതയ്ക്കാന്. ഓ, താഴേക്ക് ഇടുന്നില്ല. പോവല്ലേന്നാ? ടാറ്റ പറ. അപ്പൊ സെറ്റല്ലേ? പോവല്ലേ? പോവല്ലേ? കൊറേ നടക്കണോ? ഹെന പോയതിന് ശേഷം നടത്തല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 3 കിലോ കൂടി ഒരു മാസം കൊണ്ട്. ഹെന പോയതാണ് മെയിൻ കാരണം. ഹെന ഉള്ളപ്പം ഒരു ദിവസം അരമണിക്കൂർ എന്തായാലും നടക്കുമായിരുന്നു. വെറുതെ ഇരിക്കൽ മാത്രമാണ്, നടത്തല്ല, എക്സസൈസ് ഇല്ല. പിന്നെ തണുപ്പ് ആയപ്പോൾ മടി കൂടിയിട്ടോ. അപ്പോൾ ജസ്റ്റ് നടക്കാൻ തുടങ്ങണമെന്ന് ഞാനും കരുതിയിരുന്നു. പിന്നെ നന്ദക്കുട്ടി പറഞ്ഞപ്പോഴാണ് അതിനൊരവസരമായത്. എന്താ? ഹെന എന്നും നടക്കാൻ വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ അതൊന്നും ഒഴിവാവാൻ വേണ്ടി സ്കിപ്പാവാനും മടിയായിട്ടും അന്നേ ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ മെല്ലെ നടന്നിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയല്ലേ, ഇങ്ങനെ മെല്ലെ നടന്നിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ഇങ്ങനെയൊന്നും അല്ല നടക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറയും. കാരണം സ്പീഡിൽ നടക്കണം, അങ്ങനെയൊക്കെയാണല്ലോ എക്സസൈസ്. അപ്പോൾ ഹെന പറയും, അതൊക്കെ ശരിയായിക്കോട്ടെ, പക്ഷേ ജസ്റ്റ് അതില്ലാത്തതുകൊണ്ട് ഇതെങ്കിലും, അങ്ങനെ പറയും. അപ്പം ഞാൻ പറയും ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയും. ഞാൻ കുറേ ഒഴിവാക്കാൻ നോക്കൂട്ടോ, പക്ഷേ അവളെന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും നടക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും ട്രോളിയൊക്കെ എടുത്ത് കുറേ നടക്കുമായിരുന്നു. അവൾ പോയതിന് ശേഷം ആ നടത്തം പിന്നെ നടന്നിട്ടേ ഇല്ല. ഇന്ന് അതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുന്നത്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇറങ്ങുന്നല്ലാതെ നടക്കാൻ വിചാരിച്ച് ഇറങ്ങിയിട്ടില്ല. മറ്റേത് ഞങ്ങൾ കുറേ ദൂരം നടന്നിട്ട് വരുമായിരുന്നു, അരമണിക്കൂറിൽ മേലെ നടന്നിട്ട് വരുമായിരുന്നു. ഇന്ന് മുതൽ തുടങ്ങട്ടോ. എന്താ നമുക്ക് നടത്തം? വീട്ടിലേക്ക് തിരിച്ച് പോകണ്ടാന്ന്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പാണ്, ഇവിടെ കയറുകയാണ്. ഇത് നന്ദക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏരിയയാണ്. ഒന്നുമില്ല കേട്ടോ, കാണാനാണ്, ജസ്റ്റ് കാണാനേ വരുന്നതാണ്. ഇത് നന്ദക്കുട്ടിക്ക് ഇഷ്ടമാണ് ഇവിടേക്ക് വരാൻ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പലതും കാണാനുണ്ട്.
അത് ബോർഡ് മായ്ക്കുന്നതാ പൊന്നു. ആ അത് ഓരോ ഭംഗിയുള്ള ഷേപ്പില് ബോർഡ് മായ്ക്കുന്ന സാധനങ്ങൾ. ഇതൊക്കെ റബ്ബറുകള്. ഏതാ ഇതോ? ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാ. ഒട്ടിക്കാൻ പറ്റുന്നതാ. ആ ഇത് നമ്മുടെ ഇന്നലെ നന്ദക്കുട്ടി അവിടെ നിന്ന് എടുത്തിട്ടില്ലായിരുന്നോ മാഗ്നറ്റുള്ള, നമ്മളെ ഫ്രിഡ്ജുമൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാധനം. അത് ഇഷ്ടപ്പെട്ടോ? ഇത് വേണോ? കള്ളിപ്പെണ്ണേ. അവിടെ 1-ന് 2 റിയാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ 1.5 റിയാലേ ഉള്ളൂ. എന്നാ വലുതെടുത്താലോ? അതോ ചെറുതാണോ വേണ്ടത്? ഏതാ വേണ്ടത്? ചെറുതാണോ വലുതാണോ? ഏതാ വേണ്ട? വേഗം തീരുമാനിക്കും. ഏത് വേണോ? വലുത് മതിയോ? അത് വലിയ സൈസാണ്, ഇത് കുഞ്ഞിയതാണ്. ആ പച്ച കളർ എല്ലാം ഉണ്ട്. ഏതാ വേണ്ടേ? അതോ ഇത് മതിയോ? കാപ്പി അല്ല, അത് ബ്ലാക്ക് കളറില്. എവിടെ? അതും ഒട്ടിക്കാൻ പറ്റില്ല, അത് പ്ലാസ്റ്റിക് അല്ലേ. ഫ്രിഡ്ജിൽ ഒട്ടിക്കാം അല്ലേ? അതിന്റെ പല പല വെറൈറ്റി ഉണ്ട് അല്ലേ? എന്താ പറഞ്ഞേ? ഈ എന്താ പറഞ്ഞേ? ആ കൊറേ ഇവിടെ ഉണ്ട് വേറെ. ആ മേലെയുണ്ട്. എല്ലാം ഒട്ടിക്കുന്നതാണ്. അത് ബോളല്ല, ഷാർപ്പ് ചെയ്യുന്ന കേട്ടോ. പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നത്. അതൊക്കെ റബ്ബറാണ് പൊന്നു, റബ്ബർ. ഇത് പഴമല്ല, ഇത് റബ്ബറാണ്. സ്കൂളിൽ പോകുമ്പോൾ നന്ദക്കുട്ടിക്ക് വാങ്ങിച്ചു തരുന്നുണ്ട് കേട്ടോ. പഴമല്ല, അത് റബ്ബറാണ് പൊന്നു. പഴത്തിന്റെ ഷേപ്പിലുള്ള റബ്ബറാ. സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിക്കാം അല്ലേ? നന്ദക്കുട്ടി സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിച്ചു തരാം കേട്ടോ. അക്കുന് വാങ്ങിച്ചു കൊടുത്ത അക്കുത് എന്താ പറയൂ അല്ലേ? ഓയ് ഇതും മീനിന്റെ ഷേപ്പിലുള്ളത്. ഇപ്പൊ ബനാനേന്റെ ഷേപ്പിലുള്ള കണ്ടില്ലേ? ഇത് ഫിഷിന്റെ ഷേപ്പിലുള്ള റബ്ബർ. അത് ഫിഷിന്റെ വാല്. കുഞ്ഞി പശ അല്ലേ? പശ വേഗം അറിയാലേ പൊന്നൂന്? പശയിൽ കളിക്കാൻ നല്ല ഇഷ്ടല്ലേ? ഓയ് എന്തിനാ എടുത്ത് നോക്കുന്നേ? ഇത് കീ ചെയിനാണ് പൊന്നു. ആ ടിഷ്യൂ 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 പറയാം.
ഇവിടെ വെക്കട്ടെ. ഗുഡ് ഗേൾ. ഏതാണ്? ആ വലിയ തോക്കുണ്ട് അല്ലേ? ഇത് പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ പറ്റുന്നതാ കേട്ടോ. ഇത് നന്ദക്കുട്ടീൻ്റെ മുടിക്കുടുക്കിൻ്റെ ഐറ്റം അല്ല നന്ദ? കഴിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ എന്താ? തോക്കൊന്നും വേണ്ട പൊന്നു. കാറ് വേണോ? കുഞ്ഞിക്കാറ് വേണോ? എന്തിനാ നമുക്ക് കാറ്? ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ വേണ്ട, അമ്മ പറഞ്ഞുകൊണ്ട് എടുക്കണ്ട. അവിടെയൊക്കെ ഇഷ്ടം പോലെ കാറൊക്കെ ഉണ്ട് പൊന്നു. വലിയ വലിയ വണ്ടി, ട്രക്കൊക്കെ, ലോറിയൊക്കെ ഉണ്ട്. ഇതാ കുറേ വണ്ടിയുണ്ട്. ഇത് കണ്ടോ? കുറേ വണ്ടി കണ്ടോ? കയ്യിലും ഇങ്ങനെ ഉരുട്ടി നോക്കിക്കോ. അതിന് നീ ചപ്പലൊന്നും ഇട്ടിട്ടില്ല. ഇറക്കി വിടൂല ഞാൻ നിന്നെ അവിടെ നിന്ന്. ഇറങ്ങി വിട്ടാൽ നിന്റെ കോലം മാറും മോളെ. ആ കോലം മാറും. ഓയ് ഇതോ? അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് നോക്കണം അതെന്താന്ന് പറയാൻ. ആ ഇത് ബബിൾ ഉണ്ടാക്കുന്ന സാധനമാണ് പൊന്നു. ബബിൾ ഉണ്ടാക്കുന്ന സാധനം. ഏത്? ആ അതൊക്കെ ബബിൾ ഉണ്ടാക്കണേ എല്ലാതും. ആ എന്താ പറഞ്ഞേ? നന്ദയ്ക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ കുറെ കണ്ടീഷനോടെയാണല്ലേ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ഒന്നും വേണം പറയില്ലാന്ന്. എന്ത് നല്ല മോളാ നന്ദയ്ക്ക്. അത് മാത്രം മതി. നല്ല മോള്. മുട്ടായി വേണ്ട, ഒന്നും വേണ്ട അല്ലേ? സുന്ദരിക്കുട്ടിയാണ്. പറഞ്ഞതനുസരിക്കുന്നോണ്ട് അമ്മ കൊണ്ടുവരണേ അല്ലേ? ഇതൊക്കെ കുട്ടി ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്ന സാധനങ്ങളാ പൊന്നു. ആ ആ ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാണേ. അതൊക്കെ ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാ പൊന്നു. വേറൊരു അടിപൊളി സാധനം ഇതാക്കണ പൊന്നു. വേറൊരു അടിപൊളി സാധനം ഇതാക്കണ പൊന്നു. നോക്കിക്കോ, കടിക്കാതെ നോക്കിക്കോട്ടോ. ബോംബടാ. അതെന്താ സാധനം? ഇതെന്താ പൊന്നു സാധനം? ഇതാണ് ഡിനോസറാണ്. ഓണാവണമെങ്കിൽ ബാറ്ററി ഒക്കെ വേണം. ഓണാവോ? ഓണൊക്കെ ഉണ്ടോ ഇതിന്? ഓണാവണില്ല. ബാറ്ററി ഇടേണ്ടി വരും ചിലപ്പോൾ. ബാറ്ററി ഇതിലിട്ടിട്ടില്ല അവർ. എന്താ ഓണാവണില്ല. കാണില്ല. കണ്ടവന് ഇതൊരു മനുഷ്യൻ. ഇതെന്താ നീ പറ? അതാരോ ഊരി വെച്ചതാണ്. ബാറ്ററി ഉണ്ടോ നോക്കിയതാവും. ഇതെന്താ സാധനം നീ പറ? അമ്മയ്ക്കും കണ്ടിട്ട് എന്താന്ന് മനസ്സിലായില്ല.
ഇവിടെ ഉണ്ട് കേട്ടോ ശരിക്കുള്ള ഡിനോസർ, നടക്കുന്ന ഡിനോസർ ഉണ്ട് ഇവിടെ. ഏതാ മുന്നോ? പാവക്കുട്ടീനെ കണ്ടാ നമുക്കറിയില്ലേ കളിക്കണല്ലേ. ഇതെന്താ സാധനം? ഇതെന്താ സാധനം പൊന്നൂനറിയോ? ഇത് മഞ്ഞിൽ കളിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാ. സ്നോ മേക്കറോ, സ്നോ ബോൾ ബേക്കറോ. ഇത് വേണോ നന്ദിക്ക്? ഹെയർ ബാൻഡ് വേണോ? വേണ്ട, ഞങ്ങൾ മുടി തന്നെ വെട്ടി മുട്ടയടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവള്. അവൾക്ക് മുടി അതോ ഇതോ ഗ്ലാസ്. അവൾക്ക് മുടീനോടൊന്നും താല്പര്യമില്ല. മുടി വെട്ടണം മുട്ടയടിക്കണം എന്നാ പറയണേ. ഏത്? ഇത് റോബോട്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് ഉണ്ടാക്കി വെച്ചാണ് പൊന്നു. കവറിലിടത്, കവറിലിട് പൊന്നു. എന്നാ ഇതും പിടിക്കും. വേണ്ട, അമ്മ അത് ബാക്കിൽ വെച്ചു. അത് പിടിക്കണല്ലേ? നന്ദക്കുട്ടി ഒന്നിനും വാശി പിടിച്ചില്ലല്ലേ പൊന്നു? അല്ലേ പൊന്നു? ഹായ്. നന്ദക്കുട്ടി പറഞ്ഞ വാക്ക് പാലിച്ചു. ഒന്നും എടുക്കാൻ വാശി പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും എടുക്കാൻ വാശി പിടിച്ചിട്ടില്ല. കൊടുത്ത സാധനം മാത്രം വാങ്ങിച്ചാണ് വന്നിരിക്കുന്നത്. നല്ല ഷോപ്പാണ് കേട്ടോ അത്. നല്ല റേറ്റ് കുറവുമാണ്. റോണക്ക് എന്നാണ്, എല്ലാവർക്കും അറിയണ്ടാവും, ഇവിടെ ഖത്തറിലുള്ള എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. ഒന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും പെൻസിലും കുട്ടികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസും, കുട്ടികൾക്കൊന്നും മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഞങ്ങൾക്കൊരു നടത്തുമായി. നന്ദക്കുട്ടിക്ക് വീട്ടിൽ കയറുന്നതിൻ്റെ മുമ്പുള്ളൊരു കറക്കം, അത്രേ ഉള്ളൂ. ഞങ്ങൾ നടന്നിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ നന്ദക്കുട്ടി സമ്മതിച്ചില്ല. വീട്ടിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും നന്ദക്കുട്ടി കരയുക, തിരിച്ച് കയറണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനും കരുതി അങ്ങനെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതല്ലേന്ന്. വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് അജു വർക്ക്ഷോപ്പിലാണ്. അജു എത്തിയിട്ടില്ല, എന്താവെന്ന് അറിയില്ല. അക്കൂന് നീ അത് കൊടുക്കില്ലേ? കൊടുക്കില്ലേ? കൊടുക്കൂല്ലേ അക്കൂന്? എന്ത്? അത് അക്കൂനും കൂടി വേണ്ടിയിട്ട് അമ്മ വാങ്ങിച്ചേ. 2 എണ്ണം നന്ദക്കുട്ടിക്കും 2 എണ്ണം അക്കൂനും. ഏതാ അക്കൂന് കൊടുക്കുക? ആ, ഒന്നും കൂടെ കൊടുക്കണം. ഒന്നേ കൊടുക്കുള്ളൂ? 2 എണ്ണം കൊടുക്കണം പൊന്നു. അക്കുചേട്ടനല്ലേ, പാവല്ലേ. 2 എണ്ണം അക്കുചേട്ടനും 2 എണ്ണം നന്ദയ്ക്കും. ആ, എന്നാൽ പച്ച നന്ദയ്ക്ക്. പിന്നെ ഏതാ നന്ദയ്ക്ക് വേണ്ടേ? ആ, അപ്പം അത് 2 നന്ദയ്ക്ക്. നന്ദയ്ക്കോ? ആഹാ, അതായത് ഇത് അക്കൂന്, ഇതൊക്കെ നന്ദയ്ക്കോ? 2 എണ്ണം അക്കൂന്, ഇതും അക്കൂന് ഇതും അക്കൂന്. ഇത് 2 നന്ദയ്ക്ക്. ആ, അമ്മ അങ്ങനെ വിചാരിച്ചു, നീ ഈക്വലായിട്ട് കൊടുക്കുമെന്ന് കരുതി. അക്കു ആയിരുന്നെങ്കിൽ ഇപ്പം 2 എണ്ണം നന്ദയ്ക്ക് തന്നേനെ.
കൊടുക്കും അക്കു ചേട്ടന്. ഇത് ഷോർട്ട് ഉണ്ട് കേട്ടോ, ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഓരോ ഗല്ലിയിലൂടെ നടന്ന ഇവിടെ എത്തി. ഞാനും ഹെനയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്ലേസ് ആയിരുന്നു ഇത്. ഹെന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹെന ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവരെ സൗദിക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഏകദേശം ഒരു ക്യാൻസലിൻ്റെ മട്ടാണ്. അവർ തിരിച്ച് ഖത്തറിലേക്ക് തന്നെ വരുന്നുള്ളൊരു ധാരണ ഉണ്ട്. ശരിയായ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയണ അതാണ് അവൾ. പിന്നെ പക്ഷേ ഇവിടെ അവർ മുന്നേ താമസിച്ച വീട് അവരൊഴിഞ്ഞു, അത് വേറെ ആൾക്കാരെടുത്തു. ഇനി വരികയാണെങ്കിൽ വേറെ വീട് കണ്ടെത്തണം. പക്ഷേ വരികയാണെങ്കിൽ ഇവിടെ തന്നെ മത്താർ ഖദീമിൽ തന്നെ, ഞങ്ങളെ ഏരിയയ്ക്ക് മത്താർ ഖദീം ഓൾഡ് എയർപോർട്ടിൽ നിന്ന് അർത്ഥം ഇവിടെ തന്നെ വീടെടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് മത്താർ ഖദീം സ്ട്രീറ്റ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഞങ്ങളെ വീട്ടിലേക്ക്. പിന്നെ 2 ഗല്ലിപ്പുറം അത്രയേ ഉള്ളൂ. അക്കുചേട്ടൻ വന്നിട്ട് എന്താ നമ്മളെ കാണാതെ പേടിച്ച് കരഞ്ഞുണ്ടാവും. അക്കു വരാൻ ചാൻസ് ഇല്ല. അക്കു കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരൂല. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പിടിച്ചു വെക്കുമെന്ന് കരുതിയിട്ട് കുറേ ലേറ്റായിട്ടേ വരുള്ളൂ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. മേഡം ഇറങ്ങും, വീടെത്തി. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഓളെ എങ്ങോട്ട് ഓടിയേ? അത് അമ്മയ്ക്കൊരു പെന്നും അമ്മേൻ്റെ സ്റ്റാമ്പിൽ ഒഴിക്കാനുള്ള മഷിയോ, വേറൊന്നും ഇല്ലടാ. ഓളോട് ചോദിച്ചു നോക്ക്. അവിടെ കാണണട്ടോ, അത് ഫ്രിഡ്ജുമ്മ തന്നെ കാണണേ. നന്ദയ്ക്ക് എത്രണ്ണ? എടുത്തിട്ട് ഇങ്ങനെ ചെയ്തോക്ക്, ഒട്ടിക്കാൻ നോക്കിയത് ഒട്ടിക്കാൻ പറ്റൂല. റിപ്പൽഷൻ, അട്രാക്ഷനും റിപ്പൽഷനും അത് ഇനി സ്കൂളിൽ പഠിക്കൂ കേട്ടോ. എന്ത് നന്ദയ്ക്ക് അവിടെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് ഇവിടെ തന്നെ ഒട്ടിച്ച് വെക്കണം, കയ്യിലെടുക്കാൻ പാടില്ല. ഒന്നും എടുക്കാൻ പറ്റൂല. എന്താണോ സൂത്രം? അതെന്താ സൂത്രം? ഒട്ടൂല അത്, അതാണ് അതിന്റെ സൂത്രം. ഫ്രിഡ്ജമ്മ മാത്രമേ ഒട്ടുള്ളൂ അല്ലേ? ഫ്രിഡ്ജമ്മ വെച്ചോക്ക്. എപ്പോഴും അവിടെ കാണണം കേട്ടോ. അത് എത്ര ദിവസം ഇട്ടാവുന്ന കാണാം കേട്ടോ. എന്ത് ഭംഗിയാ പറയും അല്ലേ നന്ദ അറേഞ്ച് ചെയ്തത്. ആ മതി കേട്ടാ.
പോര് പോര്. അക്കു തെറ്റി അതല്ലേ ചുരുക്കം. ആ എന്ത് ടാബോ? പാര വെക്കാണ് ചേട്ടന്. അക്കു ടാബ് കാണുന്നുണ്ടെന്ന് മെല്ലെ പാര വെച്ച് തന്നാ. നീ ആ സാധനം കൊടുത്തിട്ടുണ്ടാവില്ല അക്കുവിന്. ഏ അക്കു ഇവിടെ വാ. എന്താ പ്രശ്നം? അക്കുവിന്റെ രണ്ടെണ്ണം അക്കു എടുത്തോ. നന്ദേന്റെ രണ്ടെണ്ണം നന്ദ എടുത്തോ. അപ്പൊ ഏതാ നന്ദേന്റെ? ഇത് രണ്ടുമാണ് നന്ദേന്റെ കേട്ടോ. നീ മാറ്റരുതേ. നീ രണ്ടും ഞാൻ ചോദിക്കും. നന്ദേന്റെ എവിടെ, അക്കുവിന്റെ എവിടെയെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ആ രണ്ടും കാണണം. അപ്പൊ ഈ ഉറങ്ങൂല അക്കു ഉറങ്ങുമ്പോ? ആ ഇപ്പൊ തൽക്കാലം അവിടെ വെച്ചോ. രണ്ടാളും സാധനങ്ങൾ അവിടെ വെക്കട്ടെ. ഈ അല്ലേ പറഞ്ഞത് ഈ ഉറങ്ങി എണീക്കുമ്പോ അക്കു ഉറങ്ങുമ്പോ ഈ എടുക്കുന്നു. ഈ പറഞ്ഞിട്ടല്ലേ അക്കു അങ്ങനെ പറഞ്ഞ. പിന്നെ ഞാൻ ഇപ്പൊ നാലും ഞാൻ വാങ്ങിച്ചു വെക്കും. നന്ദ നാലും ഞാൻ വാങ്ങിച്ചു വെക്കും. അക്കു കേട്ടോ, അക്കുവിന്റെ കയ്യിൽ നിന്നും നന്ദേന്റെ കയ്യിൽ നിന്നും ഞാനത് വാങ്ങി വെക്കും. അതുവരെ ഉണ്ടാവും ഇപ്പൊ നിങ്ങളെ തല്ല് കൂടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ വാങ്ങിച്ചു വെക്കും കേട്ടോ. ആ പിന്നേന്നല്ല ഞാൻ എടുത്ത് വെക്കാം. അമ്മ എടുത്ത് വെക്കാം കേട്ടോ. എല്ലാം പാത്ത് വെക്കും. അവിടെ ഒട്ടിച്ചു നോക്ക്. ആ അലമാരയും ഒട്ടിച്ചു നോക്ക് ഒട്ടുണ്ടോന്ന്. ഒട്ടില്ല. ആ കമ്പിയും ഒട്ടിച്ചു നോക്ക്. അത് അലുമിനിയം ആവുന്നു അല്ലേ? നീ അല്ലാതെ വലിച്ചെറിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഇത് അടിയാവുന്ന്. നന്ദ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇപ്പൊ നീ എന്തിനാ അക്കുവിൻ്റെത് വാങ്ങിച്ചത്? എന്നാ അമ്മ ഇനി മിണ്ടൂല നന്ദേൻ്റെ അടുത്ത്. അക്കുവിന് കൊടുത്തില്ലെങ്കിൽ അമ്മ മിണ്ടൂല. നാലും ഇടത്താ, ആർക്കും വേണ്ട. ഞാൻ എടുത്തുകൊണ്ട് കളയട്ടെ. ഞാൻ എടുത്തുകൊണ്ട് കളയും. ഉറപ്പാ. ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടെ എറിയും ഞാൻ. അക്കുവിന് കൊടുത്തോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? രണ്ടെണ്ണം അക്കുവിന് രണ്ടെണ്ണം നന്ദക്കിന്നല്ലേ? ഞാൻ ഇപ്പൊ സുഭാഷേട്ടനെ വിളിച്ചു പറയും. അക്കുവിന് 10 എണ്ണം കൊണ്ടുവരാൻ പറയും. ഞാൻ വേണോ? ഈ കൊടുക്കണ്ട പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുമല്ലോ സൂച്ചനോട്. ഞാൻ ഇപ്പൊ വിളിച്ചു പറയണോ? അക്കുവിന് 10 എണ്ണം കൊടുക്കും. അപ്പൊ നന്ദയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. വേഗം അക്കുവിന് 2 എണ്ണം കൊടുക്ക്. അല്ലെങ്കിൽ അമ്മ എല്ലാതും ഇപ്പൊ രണ്ടാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കും. രണ്ടാക്കും ഞാൻ തരില്ല. കരഞ്ഞ അവിടെ കിടന്ന് കരയട്ടെ എന്ന് കരുതും. അമ്മേന്റെ കുട്ടി വാ. അമ്മേന്റെ കുട്ടി വാ.
ഈയാണ് അമ്മേൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത്. അമ്മേൻ്റെ ചക്കരക്കുട്ടിയാണ് കേട്ടോ. അമ്മ കുട്ടിക്ക് അമ്മ എന്താ വാങ്ങിച്ചു തരിക അറിയോ? അമ്മ നാളെ റോണക്ക് പോയിട്ട് അങ്ങനത്തെ കുറേ എണ്ണം വാങ്ങിച്ചു തരും കേട്ടോ. ഓക്കെ, എഗ്രീഡ്? അവളത് വേണ്ട പറഞ്ഞേക്ക്. പുതിയ അക്കു എങ്ങനെയാ? 3ാം ക്ലാസ്സിലാ. അപ്പൊ എന്താ ഇത് പഴയ അക്കുവാ, പുതിയ അക്കു. അപ്പൊ എന്താ? ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഈ വീഴൂല. നീ മിണ്ടണ്ട, ഞങ്ങളോട് മിണ്ടണ്ട. ഞാനും എന്റെ കുട്ടി ഇവിടെ ഇരിക്കല്ലേ, ഞങ്ങളോട് മിണ്ടണ്ട. അക്കു നന്ദന സൈക്കിളൊക്കെ പൂട്ടിട്ടല്ലോ. കോപ്പില്ലല്ലോ. എന്താണ് അത്? അതൊരിക്കൽ കാണിക്കല്ലേ പറഞ്ഞില്ലേ? കിട്ടും അടിക്കും ഞാൻ. ഇനി കാണിച്ചാൽ അടിക്കും. ഇനിയും അടിക്കും. നല്ല അടി തരും. നല്ല ഇതുകൊണ്ട് നോക്ക്, ദേഹം ചുണ്ട് പൊട്ടി ചോര വരും. ഇനി തെറിച്ചു പോവും ചുണ്ട് ഞാൻ ഇനി ഒരു അടി അടിച്ചാ. പിന്നെ എനിക്ക് എന്താ കുഴപ്പം? പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞ എന്താ കാട്ട്? പറഞ്ഞു കൊടുത്തോ, ഒരു കുഴപ്പമില്ല നമുക്ക്. അക്കോ, നമുക്ക് നാളെ റോണൊക്കെ പോയി എല്ലാം വാങ്ങിക്കണം കേട്ടോ. എത്ര എണ്ണം വാങ്ങിക്കണം? അനക്ക് എത്ര വേണം? ഇൻഫിനിറ്റി. അതുക്കും മേലെ. നീ എന്തിനാ ശരിക്കണേ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നന്ദയ്ക്ക്? എന്താ? ആർക്കറിയില്ല. എന്താ? ഇൻഫിനിറ്റി. അയ്യോ ഇല്ല അക്കോ, എനിക്കറിയില്ല. അക്കു പഠിപ്പിച്ചു തരണം എനിക്ക് ഇൻഫിനിറ്റി പറഞ്ഞ. എന്താ അക്കു പറ? ഇൻഫിനിറ്റി പറഞ്ഞ ഈ അമ്മയ്ക്ക് അറിയില്ല. ഇല്ലല്ല, ഈ അമ്മയ്ക്ക് അറിയില്ല. ഈ അമ്മയ്ക്ക് അറിയില്ല. അമ്മേനെ കുട്ടി പറ. ഇല്ലല്ല അമ്മയ്ക്ക് അറിയില്ല പൊന്നു. അമ്മ അറിയാത്തോണ്ടല്ലേ അമ്മേനെ കുട്ടി പറ. ഇല്ലല്ല, അമ്മേന്റെ കുട്ടി പറ. പറന്നാ എത്ര? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എത്ര? ഇല്ല, ഈ അക്കു പറ. അന്ന് അക്കുനും അറിയില്ല, ഈ അമ്മയ്ക്ക് അറിയില്ല. പോരെ പറ, നീ പറ. എന്താ ഇൻഫിനിറ്റി പറഞ്ഞ? നീ ഇടയിൽ കൂടെ മിണ്ടണ്ട. നന്ദക്കുട്ടി, അമ്മേനോട് ഇഷ്ടണ്ടോ ഇല്ലേ? അന്റെ മൂക്കിന് ഞാൻ കുത്തും. നന്ദയ്ക്ക് അമ്മേനോട് ഇഷ്ടണ്ടോ? ഇഷ്ടല്ല? 2 എണ്ണം അമ്മയ്ക്ക് തരുമോ? എന്നാ അക്കുവിന് കൊടുക്ക. എന്നിട്ട് 2 പേരും കൂടി മേലെ കൊണ്ട് വെച്ചിട്ട് വാട്ടോ. 2 എണ്ണം അക്കുവിനും കൊടുക്കണം, 2 എണ്ണം നന്ദക്കുട്ടിക്കും. ഏതാ 2 എണ്ണം അക്കുവിന് കൊടുക്കുന്നേ? ഓള് തരും, നന്ദ തരും. ഏതൊക്കെയാ നന്ദേന്റെ? ഇത് അക്കുവിന്, പിന്നെയോ? വെരി ഗുഡ്. ഇനി കൊണ്ട് 2 പേരും ഇനി തല്ലുകൂടരുത്. ഓക്കെ, നല്ല കുട്ടിയാണ്, അമ്മേന്റെ പൊന്നു മോളാണ് കേട്ടോ. 2 പേരും കളിച്ചാൽ മതി. ഇനി തല്ലുകൂടരുത്. മേലെ വെക്കണ്ട. നിങ്ങൾ 2 ആളും കയ്യിൽ പിടിച്ച് കളിച്ചാൽ മതി കേട്ടോ. അക്കുവിന്റെ പോലെ കളിച്ചോട്ടെ. നന്ദ ഇനി ഇവിടെ തല്ലും പിടിയും കൂടരുത് കേട്ടാ. ഈ അക്കുവാണ് കേട്ടോ ഏഷണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് കണ്ടോ? മനസ്സിലായോ? നല്ല രസമുണ്ടല്ലോ. എന്താ അക്കുവിന്റെ നോക്കട്ടെ. പിന്നെ അക്കുവിനും അറിയില്ലേ. പിന്നെ ഞാൻ ഒന്ന് കറക്കി നോക്കട്ടെ. നല്ല രസമുണ്ടല്ലോ. നീ തല്ലുകൂടരുതേ.